Hi, I'm Nived. I'm a full stack web developer working as a freelancer. I'm going to ഞാനൊരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഡാറ്റാബേസിൻ്റെ ഞാനിവിടെ SQL ഡാറ്റാബേസസിൻ്റെ ട്യൂട്ടോറിയലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരുപാട് SQL ടൈപ്പ് ഉണ്ട്, റാക്കൽ ഉണ്ട്, MySQL ഉണ്ട്. ഞാനിവിടെ PostgreSQL ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. സോ സ്റ്റാർട്ട് ചെയ്യാം. ട്യൂട്ടോറിയലിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാനിവിടെ വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മാക്കോ ലിനക്സോ യൂസ് ചെയ്യാം. കോമൺലി വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നത് എല്ലാവരും, അതുകൊണ്ടാണ് ഞാൻ വിൻഡോസ് വെച്ച് കാണിക്കുന്നത്. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യുക. ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഗൂഗിൾ ക്രോം ഓർ ഏതാണ് വെബ് ബ്രൗസർ യൂസ് ചെയ്യുന്നത് അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ജസ്റ്റ് PostgreSQL എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഈ www.postgresql.org എന്ന് പറഞ്ഞ സൈറ്റ് വരും. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ നിങ്ങളുടെ OS ഏതാണോ, ലിനക്സ് ആണെങ്കിൽ ലിനക്സ്, മാക് ആണെങ്കിൽ മാക്, വിൻഡോസ് അതുപോലെ BSD സോളാറിസ് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ വിൻഡോസ് ആയതുകൊണ്ട് വിൻഡോസ് സെലക്ട് ചെയ്യുന്നു. വിൻഡോസിലേക്ക് വന്നു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് വേർഷൻ 16 ആണ്. സോ 2022 റിലീസ് ചെയ്തതാണ്. സോ ഇവിടെ മേലെ ഡൗൺലോഡ് ദ ഇൻസ്റ്റാളർ എന്ന് കാണും, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കഴിവതും ലേറ്റസ്റ്റ് വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ബെറ്റർ. ചിലപ്പോൾ ലിനക്സിൽ ചിലപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത വേർഷൻ ഇപ്പോൾ 15.6 ഇപ്പം അവൈലബിൾ ആണ് ലിനക്സിലും. സോ അതുപോലെ തന്നെ നിങ്ങളുടെ സിസ്റ്റം ബിറ്റ് നോക്കുക, 32 ബിറ്റ് ആണോ അതോ 64 ബിറ്റ് ആണോ എന്ന്. അതിനനുസരിച്ച് ഇപ്പം എൻ്റെ 64 ആയതുകൊണ്ട് ഇവിടെ വിൻഡോസ് 64 x86 64 എന്നുണ്ടാവും. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഡൗൺലോഡ് ആണെന്ന് കാണാൻ പറ്റും. 363 MB ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഡൗൺലോഡ് ആയിട്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫയൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഡൗൺലോഡ്സ് പോയി കഴിഞ്ഞാൽ PostgreSQL എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ കാണാം, .exe. ലിനക്സിലാണെങ്കിൽ വേറെ ആയിരിക്കും, മാക്കിലാണെങ്കിലും വേറെ ആയിരിക്കും, വിൻഡോസിലാണെങ്കിൽ ഈ രീതിയിലായിരിക്കും. ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിൽ വലിയ വ്യത്യാസങ്ങളില്ല. ഇൻ കേസ് ഓഫ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ ഞാൻ അതിന് റിപ്ലൈ തരാം. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൺ ആസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ പെർമിഷൻ അലോ ചെയ്യാൻ ചോദിക്കും. അപ്പോൾ പെർമിഷൻ യെസ് കൊടുക്കുക. അപ്പോൾ അത് ഓപ്പൺ ആയിട്ട് വരുന്ന കാണാം. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് വിൻഡോ കാണാം. ഇതിൽ ജസ്റ്റ് നെക്സ്റ്റ് അടിക്കുക. വീണ്ടും അത് ഏത് ഡയറക്ടറിയിലേക്കാണ് പോകേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഡിഫാൾട്ടായിട്ട് ഓപ്ഷൻ വരും, അത് തന്നെ കൊടുത്താൽ മതി ആക്ച്വലി. എന്നിട്ട് നെക്സ്റ്റ് വീണ്ടും ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് കാണാം. ഒന്ന് പോസ്റ്റ്ഗ്രൽ സെർവർ, ദെൻ PG അഡ്മിൻ, സ്റ്റാക്ക് ബിൽഡർ, കമാൻഡ് ലൈൻ ടൂൾസ്. ഇതിൽ നിങ്ങൾ ആക്ച്വലി ഈ സ്റ്റാക്ക് ബിൽഡർ നമുക്ക് ആവശ്യമില്ല. PG അഡ്മിൻ ആൻഡ് കമാൻഡ് ലൈൻ ടൂൾസ് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ബ്ലർ ഓപ്ഷനിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഈ സെർവർ ആൻഡ് PG അഡ്മിൻ, കമാൻഡ് ലൈൻ ടൂൾസ് ഈ 3 ഓപ്ഷൻസ് മാത്രം ടിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. വീണ്ടും ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ഡയറക്ടറി അത് ഡിഫാൾട്ട് തന്നെ ആയിക്കോട്ടെ. വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് പാസ്വേഡ് അടിക്കാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ ഇത് സെർവറിലേക്ക് കയറാനുള്ളൊരു പാസ്വേഡാണ്, അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളോട് സെർവർ ഏത് പോർട്ടിലേക്കാണ് പോവേണ്ടതെന്ന് ചോദിക്കും. അത് ഡീഫാൾട്ടായിട്ട് ഒരു നമ്പർ വരും, അത് തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഫിനിഷ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ജസ്റ്റ് വിൻഡോസ് കീ പ്രസ് ചെയ്യുക കീബോർഡിൽ. ഞാനിപ്പോൾ കമാൻഡ് ലൈനാണ് യൂസ് ചെയ്യുന്നത്, ബിക്കോസ് PG അഡ്മിൻ ഞാനിപ്പോൾ പറയുന്നില്ല. ഓക്കെ, PG അഡ്മിൻ്റെ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഡൗൺ ബിലോ. എല്ലാവരും പറയുകയാണെങ്കിൽ വി ക്യാൻ ഡു ദാറ്റ് ഓൾസോ.
കമാൻഡ് ലൈൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വി വാണ്ട് SQL ഷെൽ. സോ സെർച്ച് SQL ഷെൽ. ദെൻ ഇതിൽ SQL ഷെൽ ആൻഡ് PSQL എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇതിൽ സെർവർ എന്ന് പറഞ്ഞിട്ടായിരിക്കും ആദ്യം കാണിക്കുക. ജസ്റ്റ് എൻ്റർ ക്ലിക്ക് ചെയ്യാം. പിന്നെ ഡാറ്റാബേസ് കാണിക്കും, പോസ്റ്റ്ഗ്രസ്. ദെൻ വീണ്ടും എൻ്റർ. അപ്പോൾ നിങ്ങളുടെ പോർട്ട് നമ്പർ കാണും. ഇതാണ് നിങ്ങൾ ഇൻസ്റ്റാളേഷൻ ടൈമിൽ 5432 എന്ന് പറഞ്ഞ പോർട്ട് നമ്പർ കണ്ടിട്ടുണ്ടാവും. ഇത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള പോർട്ട് നമ്പർ കൊടുക്കാം ആക്ച്വലി. പക്ഷേ ഇത് ഡിഫാൾട്ടായിട്ട് വരുന്നതാണ്. ദെൻ യൂസർ നെയിം ഓപ്ഷൻ, ക്ലിക്ക് എൻ്റർ. ദെൻ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഈ പാസ്വേഡാണ് ഞാൻ ഇൻസ്റ്റാളേഷൻ ടൈമിൽ നിങ്ങളോട് എൻ്റർ ചെയ്യാൻ പറഞ്ഞ പാസ്വേഡ്. ഇത് നമുക്ക് PG അഡ്മിനിൽ ആവശ്യമുണ്ടാവും. നമ്മൾ എപ്പോഴൊക്കെ സെർവറിലേക്ക് കയറുന്നോ അപ്പോഴൊക്കെ നമുക്ക് ഈ പാസ്വേഡ് ആവശ്യമായി വരും. സോ പാസ്വേഡ് എൻ്റർ ചെയ്യുക. പാസ്വേഡ് കാണാൻ പറ്റില്ല, ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എൻ്റർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഡാറ്റാബേസിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ മുകളിലായിട്ട് ഇതിൻ്റെ വേർഷൻ കാണാൻ സാധിക്കും. 16.2 ആണ്. സോ നമുക്ക് ഡെമോ ആയിട്ടൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. സോ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഡീഫാൾട്ടായിട്ട് ഡാറ്റാബേസസ് ഉണ്ടാവും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സ്ലൈഡ് ആൻഡ് L ക്ലിക്ക് ചെയ്യാം. സോ ഇതിൽ നിങ്ങൾക്കിപ്പോൾ ഡീഫാൾട്ടായിട്ട് സെർവറിലുള്ള ഡാറ്റാബേസസ് കാണാം. ഇത് പ്രീ ഇൻസ്റ്റാൾഡ് ഡാറ്റാബേസസ് ആണ്. സോ നമ്മളിവിടെ ഒരു ഡാറ്റാബേസിനെ ക്രിയേറ്റ് ചെയ്ത് നോക്കാൻ പോവാണ് ഡെമോ. അതിനായിട്ട് ക്രിയേറ്റ് ഡാറ്റാബേസ് മാസ്റ്റർ. സോ ഡാറ്റാബേസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവറിലുള്ള ഡാറ്റാബേസസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത മാസ്റ്റർ എന്ന് പറഞ്ഞ ഡാറ്റാബേസ് ഇവിടെ വന്നിട്ട് കാണും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡെമോ ആയിട്ട് ഞാനിവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഒരു എംപ്ലോയി ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് ഒരു കമ്പനിയുടെ. സോ അതിനായിട്ട് അതിൻ്റെ സിൻടാക്സ് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം. ഇത് യൂസ് ചെയ്യാം. ഇൻ ഡീറ്റെയിൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ക്രിയേറ്റ് ടേബിൾ company, employee number, so I'm setting employee number as primary key, so integer. It's actually employee ID. Name. ഇതിൽ നമുക്ക് വാർക്യാർ യൂസ് ചെയ്യാം, അതുപോലെ ക്യാരം യൂസ് ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ ഇൻ ഡീറ്റെയിൽ പറയും. സോ ഇപ്പോൾ ജസ്റ്റ് ഡെമോ ആയിട്ട് ഞാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ ഫോളോ ചെയ്ത് നമ്മുടെ ഡാറ്റാബേസ് വർക്കിംഗ് ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്യാം. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യണം, ഇതിൽ ഓരോ വാല്യൂയിലേക്കും. ഓക്കെ, സോ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലെ ഓരോ ഇതിലേക്കും വാല്യൂസ് എൻ്റർ ചെയ്യാൻ പോവാണ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇൻസേർട്ട് ഇൻറ്റു കമ്പനി വാല്യൂസ്. സോ വാർക്യാറിലും ക്യാരലും നമ്മൾ സിംഗിൾ കോഡ്സിൽ വേണം മെൻഷൻ ചെയ്യാൻ. സോ ഐ ആം ജസ്റ്റ് ആഡിങ് സോ ഇതേ രീതിയിൽ തന്നെ ഓരോ ഡാറ്റാസും എൻ്റർ ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു 5 ഡാറ്റാസ് എൻ്റർ ചെയ്തിട്ട് കാണിക്കാം.
സോ ഞാനിപ്പോൾ ഒരു 5 ഡാറ്റാസ് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനത് ഡിസ്പ്ലേ ചെയ്യാം. സെലക്ട് കമാൻഡ് യൂസ് ചെയ്യാം. സെലക്ട് സ്റ്റാർ ഫ്രം കമ്പനി. സോ നമുക്കിവിടെ നമ്മുടെ ഡാറ്റ അല്ലെങ്കിൽ ടാബിൾ വന്നിട്ടുണ്ട്. ഇത് SQL ടൈപ്പ് ആയതുകൊണ്ടും ടേബിൾ ഫോമിൽ നമ്മൾ NoSQL, അതായത് MongoDB, Redis ഒക്കെ ആണെങ്കിൽ NoSQL ടൈപ്പ് ആയിരിക്കും. അപ്പോൾ അത് ടേബിൾ ഫോമിലായിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ നിങ്ങളുടെ ഇത്രയും പോർഷൻ ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഡാറ്റാബേസ് പെർഫെക്റ്റ്ലി ഇൻസ്റ്റാൾഡ് ആയി കഴിഞ്ഞു. ഇനി ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷൻ ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഡാറ്റാബേസ് സക്സസ്ഫുള്ളി ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി ഇൻ ഡീറ്റെയിൽ നമുക്ക് എങ്ങനെയാണ് ഓരോ ഡാറ്റാസ് എൻ്റർ ചെയ്യുന്നതും ഓരോ ടൈപ്പ് ഓഫ് രീതികളെക്കുറിച്ചും അതുപോലെ ഇൻ ഡീറ്റെയിൽ ഈ PostgreSQL അല്ലെങ്കിൽ SQL ഡാറ്റാബേസിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം. കമാൻഡ്സ് അല്ലെങ്കിൽ ക്വറീസിനെ കുറിച്ചും അടുത്ത വീഡിയോ പറയാം. ഏതൊക്കെ ക്വറികൾ ഏതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ടേബിൾ, ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിളാണല്ലോ കമ്പനി. ഇത് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ ഡ്രോപ്പ് ടേബിൾ ജസ്റ്റ് എൻ്റർ ചെയ്താൽ മതി. അപ്പോൾ ടേബിൾ ഡ്രോപ്പ് ആവും. ഇൻ കേസ് നിങ്ങൾ ഇത് ഡ്രോപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഇതേ പേര് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻവാലിഡ് കമാൻഡ് ആയിട്ട് കാണിക്കും. അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണെന്ന് കാണിക്കും. സോ അതുകൊണ്ട് യൂസ് കഴിഞ്ഞാൽ ഡ്രോപ്പ് ചെയ്യാം മാക്സിമം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് എന്തെങ്കിലും ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിലോ അല്ലെങ്കിൽ വേറെ സിസ്റ്റം OS യൂസ് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ, ഞാൻ അതിനോടൊപ്പം തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് SQL PostgreSQL ഡാറ്റാബേസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളത്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.